2 glasses of vodka, shaken but not stirred. ഈ ഒരു ഡയലോഗ് നമുക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക പ്രേക്ഷകർക്കും സുപരിചിതമായ ഒന്നാണ്. ഈ ഒരു ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിചിതമായ ഒരു കഥാപാത്രം തന്നെയാണ്. നമ്മൾ ഇന്ന് ആ ഒരു കഥാപാത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇയാൻ ഫ്ലെമിംഗ് സൃഷ്ടിച്ച ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ജെയിംസ് ബോണ്ട്. ബ്രിട്ടീഷ് സീക്രട്ട് സർവീസസ് ഏജൻസിയായ M16 ഒരു ഫീൽഡ് ഏജന്റ് ആണ് ജെയിംസ് ബോണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി നേവിയിൽ ജോയിൻ ചെയ്യുകയും അതിൽ നിന്നും സ്പെഷ്യൽ ഫോഴ്സസിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും അവിടെയും മികവ് തെളിയിച്ച് നേവൽ ഇന്റലിജൻസിലേക്ക് അദ്ദേഹത്തിനെ വിളിക്കുകയും അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് M16 എന്ന സീക്രട്ട് സർവീസസ് ഏജൻസിയിലേക്ക് ഇദ്ദേഹത്തിന് പ്രവേശനം ലഭിക്കുന്നത്. M16 ഫീൽഡ് ഏജന്റായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് 007 എന്ന പേര് ജെയിംസ് ബോണ്ടിന് ലഭിക്കുന്നത്. ഒരു സീക്രട്ട് സർവീസസ് ഏജന്റ് അഥവാ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി തങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തുവിടാൻ ശ്രമിക്കില്ല. കാരണം അങ്ങനെ എങ്ങാൻ തങ്ങളുടെ ഐഡന്റിറ്റി പുറത്തു പോവുകയാണെങ്കിൽ, അതായത് സീക്രട്ട് സർവീസസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുടെ വിവരങ്ങൾ പുറത്തേക്ക് എത്തുകയാണെങ്കിൽ അവിടെ അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് പറയാം. കാരണം അവരുടെ ജീവന് തന്നെ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ്. അതായത് അവരുടെ ജീവൻ തന്നെ വലിയ ഭീഷണിയാണെന്നാണ് അർത്ഥം. അതിനാൽ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇവരുടെ സഹപ്രവർത്തകരുടെ ശരിക്കുള്ള പേര് അറിഞ്ഞെന്ന് വരില്ല. ഇവര് കോഡ് നെയിമിൽ കൂടിയാണ് സംഭാഷണങ്ങളൊക്കെ നടത്തുന്നത്. ഈ സഹപ്രവർത്തകരൊക്കെ ഇവരുടെ സഹപ്രവർത്തകരെ അറിയുന്നത് കോഡ് നെയിമിലൂടെയാണ്. സോ അവർ ആ പേരിലൂടെയൊക്കെയാവും സംഭാഷണം നടത്തുന്നത്. ഈവൻ നമ്മൾ ജെയിംസ് ബോണ്ട് സിനിമകളിൽ പലപ്പോഴും അവരുടെ സഹപ്രവർത്തകരിൽ ചിലർക്കെങ്കിലും ജെയിംസ് ബോണ്ടിന്റെ യഥാർത്ഥ പേര് അറിയാം, എന്നാൽ ചിലർക്ക് ഈ 007 ആരാണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ജെയിംസ് ബോണ്ടിനെ ഇയാൻ ഫ്ലെമിംഗ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നന്മമരായിട്ടല്ല. അതായത് സ്വന്തം ഇഷ്ടത്തിന് ഇപ്പൊ ഇയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഇയാൾ ചെയ്യുന്നത്. അത് സമൂഹത്തില് എന്താണ് ശരി തെറ്റ് എന്നൊന്നും ഇയാൾ നോക്കുന്നില്ല. അതായത് നമ്മളിപ്പോ പൊതുവെ ഓരോ സിനിമകൾ കാണുമ്പോൾ അതിലെ നായക കഥാപാത്രങ്ങൾ നന്മമാരായിരിക്കും, എന്നാൽ ഇതില് അങ്ങനൊരു നന്മമാരല്ല. പിന്നെ നമ്മുടെ ഇയാൻ ഫ്ലെമിംഗ് ഇയാളെ എല്ലാത്തിനും കഴിയുന്ന ഒരു സകലകലാ വല്ലഭനാക്കിയിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഒരു ജെയിംസ് ബോണ്ടിന്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്ക് ഈ സിനിമ കാണുമ്പോൾ അതിലെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യും. ഇപ്പൊ മറ്റ് സിനിമകൾ ഇപ്പൊ പ്രത്യേകിച്ച് ആ കാലം ഇപ്പൊ 1962 ആദ്യമായിട്ട് ജെയിംസ് ബോണ്ടിന്റെ സിനിമ ഇറങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്തെന്ന് പറയുമ്പോ ഒട്ടുമിക്ക സിനിമകളും ഒരു ഡ്രാമ ടൈപ്പിലാണ് പുറത്തിറങ്ങിയിട്ടുണ്ടാകുന്നത്. അപ്പോ ആ ഒരു സമയത്ത് മറ്റു സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഈ സിനിമയിലേക്ക് ആകർഷിക്കുകയാണ് ഉണ്ടായത്. ഈ പ്രത്യേകിച്ച് ജെയിംസ് ബോണ്ട് എന്ന ക്യാരക്ടറിലേക്ക് ആകർഷിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇന്നത്തെ പോലെയുള്ള സിനിമകളല്ല അന്ന് ഇറങ്ങിയത്. അപ്പൊ അന്നെന്ന് പറയുമ്പോ മറ്റു സിനിമകളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായൊരു സിനിമയാണ്, വ്യത്യസ്തമായൊരു കഥാരീതിയാണ്. അപ്പോ വ്യത്യസ്തമായൊരു കഥ കൂടിയാണ്. അപ്പോ അതുകൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച സിനിമകളായിരുന്നു ജെയിംസ് ബോണ്ട് സിനിമ. ജെയിംസ് ബോണ്ടിന്റെ ആദ്യമായി ഇറങ്ങിയ സിനിമ ഡോക്ടർ നോ ആണ്. ജെയിംസ് ബോണ്ട് തികച്ചും നല്ല വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല വശങ്ങളുണ്ട്, ദൂഷ്യവശങ്ങളുണ്ട്.
അപ്പൊ ഇവരുടെ ഈ ദൂഷ്യവശങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ല ആദ്യം നല്ല വശങ്ങൾ പറയാം. നല്ല വശങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ബ്രില്യന്റ് ആണ്. ഇപ്പോ ഏതൊരു പ്രോബ്ലം കിട്ടിയാൽ അദ്ദേഹം പെട്ടെന്ന് സോൾവ് ചെയ്യും. പ്രോബ്ലം എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പോ ഒരു സീക്രട്ട് സർവീസസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജോലിയിലുടനീളം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോ ഓരോരോ കുടുക്കിൽ ചെന്ന് ചാടുകയും, പക്ഷെ ഏതൊക്കെ തന്നെ കുടുക്കിൽ ചാടിയാലും ഇദ്ദേഹം പെട്ടെന്ന് അതിന് ബുദ്ധിപരമായി നീങ്ങും. അങ്ങനെ ആ കുടുക്കിൽ നിന്നും രക്ഷപ്പെടും. ഈ കുടുക്കിൽ പെടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ ദൂഷ്യവശങ്ങൾ എന്താണ്. ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം ഒട്ടുമിക്ക സിനിമകളിലും ഈ ഹണി ട്രാപ്പിലൊക്കെ ജെയിംസ് ബോണ്ട് പെടുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പരസ്ത്രീകളുമായിട്ട് ഇദ്ദേഹം ബന്ധം പുലർത്തുന്നുണ്ടെന്നാണ്. സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ അവര് വ്യത്യസ്ത, ഇപ്പോ എവിടെ ഇയാൾ ജോലി ചെയ്യാൻ പോയാലും അവിടെ സ്ത്രീകളുമായിട്ട് മിങ്കിളാവുകയും പിന്നെ അതിനുശേഷം പരിപാടികൾ നടത്താനൊക്കെ ശ്രമിക്കും. അങ്ങനെ അതിന് ശേഷമാവും ഇയാള് ഹണി ട്രാപ്പിൽ പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നന്നായിട്ട് അത്യാവശ്യം മദ്യപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മദ്യപിക്കും, സിഗരറ്റ് വഴി അങ്ങനെ കുറച്ചൊക്കെ ഒരു ദൂഷ്യവശങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ഒരു ദൂഷ്യവശം കൊണ്ടാണ് ഇദ്ദേഹം ഈ ട്രാപ്പിൽ പെടുന്നത്. പിന്നീട് ആ ട്രാപ്പിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ടു വരികയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. എന്നാൽ അത് ജീവിതത്തിൽ നടന്നോളണമെന്നില്ലല്ലോ. ജെയിംസ് ബോണ്ടിന്റെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു സംസാരിക്കുമ്പോൾ തന്നെ കണ്ണിൽ നോക്കി മാത്രമേ സംസാരിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ടോണ്, സംസാരത്തിന്റെ ആ ടോണ് കേൾക്കുമ്പോൾ തന്നെ അതിൽ ആ ഒരു വ്യക്തിയുടെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇയാൻ ഫ്ലെമിങ്ങും നേവൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന വ്യക്തിയുടെ ചില ക്വാളിറ്റീസിൽ ഇംപ്രസ് ആയിട്ട് ആ ക്വാളിറ്റീസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ജെയിംസ് ബോണ്ട് എന്ന ക്യാരക്ടറെ ഇയാൻ ഫ്ലെമിംഗ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ നേരത്തെ വീഡിയോ ഇട്ടില്ലേ ഷെർലോക്ക് ഹോംസ്, അതുപോലെ തന്നെ അതായത് ഷെർലോക്ക് ഹോംസിനെ എങ്ങനെയാണ് ആർതർ കോണൻ ഡോയൽ സൃഷ്ടിച്ചത്, അതായത് അദ്ദേഹം ഒരു ഫിസീഷ്യനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ആ വ്യക്തിയുടെ ക്വാളിറ്റീസ്. അതുപോലെ തന്നെ ഇതിപ്പോ നേവൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കോവർക്കർ, അതായത് ഇയാൻ ഫ്ലെമിങ്ങിന്റെ ഒരു കോവർക്കറിൽ നിന്നും അയാളുടെ ക്വാളിറ്റീസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് ക്വാളിറ്റീസ് ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട്, അയാളുടെ അതേ ക്വാളിറ്റീസ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ജെയിംസ് ബോണ്ട് സിനിമകള് നമുക്ക് കുറച്ചുകൂടി റിയൽ ആയിട്ട് തോന്നുന്നത്. ഈവൻ ദോ അതിലത്തെ ഗാഡ്ജറ്റ്സും പിന്നെ കുറെ സ്റ്റൺസ് ഒന്നും റിയൽ ആയിട്ട് തോന്നില്ലെങ്കിലും ആ ഒരു കാലത്ത് സിനിമ ഇറങ്ങുന്നത് കൊണ്ട് മറ്റു സിനിമകളിൽ നിന്നും അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിരുന്നു, വളരെ യുണീക്കായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല വളരെ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറാണ്, യുണീക്ക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈലാണ്. അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ എടുത്തു പറയേണ്ടതാണ്. യുണീക്ക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈലാണ്. കാരണം ആ ഡ്രസ്സിംഗിൽ നിന്ന് നമുക്ക് ആ കോൺഫിഡൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവരുടെ യുണീക്ക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ, യുണീക്ക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ. അതായത് ജെയിംസ് ബോണ്ട് ഇപ്പൊ പരസ്ത്രീകളായിട്ട് ബന്ധപ്പെടുന്നു പറഞ്ഞല്ലോ. ഈ ബന്ധപ്പെടുന്ന അതില് ചിലത് ഹണി ട്രാപ്പ് ആവും, ചിലത് ശരിക്ക് റിലേഷൻഷിപ്പിൽ പോകുന്നതാണ്. അതായത് ചില സീനുകളിലൊക്കെ പറയും, ചില സിനിമയിലൊക്കെ ഈ വില്ലന്റെ കൂടെ നിൽക്കുന്ന പെണ്ണിനെയാണ് ജെയിംസ് ബോണ്ട് അടിച്ചു മാറ്റി പോകുന്നത്. അപ്പൊ ക്വാളിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം അത്രത്തോളം ഒരു ക്വാളിറ്റീസ് ആണ് ജെയിംസ് ബോണ്ടിൽ കാണുന്നത്. പിന്നെ അത്രയൊക്കെ തന്നെ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ജെയിംസ് ബോണ്ടിന്റെ ഒരു സംസാര രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോ അയാള് വില്ലനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ, ഇപ്പൊ സീക്രട്ട് ഏജന്റ് ആണല്ലോ. അപ്പോ ഇയാള് നേരിട്ട്, അതായത് സീക്രട്ട് ഏജന്റ് ആകുമ്പോ എന്ന് പറഞ്ഞാൽ
ഇയാളുടെ ഐഡന്റിറ്റി ആർക്കും അറിയില്ല. അപ്പൊ ഇയാള് വില്ലനുമായിട്ട് മീറ്റ് ചെയ്യുമ്പോ അവരുമായിട്ട് ഒക്കെ സംസാരിക്കുമ്പോ ഈ വില്ലന് പോലും ഈ ജെയിംസ് ബോണ്ട് എന്ന ക്യാരക്ടറിൽ ഇംപ്രസ് ആവും ഈ സംസാരം കേട്ടിട്ട്. അതായത് സംസാരിച്ച് ഇപ്പൊ ഏതൊരു വ്യക്തിയെയും കയ്യിലെടുക്കാനുള്ള കഴിവും ജെയിംസ് ബോണ്ടിനുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺഫിഡൻസ് ലെവലാണ്. അദ്ദേഹത്തിന് അത്ര വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു, അത്ര വലിയൊരു കോൺഫിഡൻസ് ആണ്. സോ ഇവരുടെയൊക്കെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാവണം വില്ലന് പോലും ജെയിംസ് ബോണ്ടിൽ എന്ന ക്യാരക്ടറിൽ ഇൻസ്പയർഡ് ആയി വരുന്നത്, ജെയിംസ് ബോണ്ടിന്റെ ഒരു സ്വഭാവത്തില് അല്ലെങ്കിൽ ആ സംസാരത്തില് ഇംപ്രസ് ആവുന്നത്. അങ്ങനെ ഇംപ്രസ് ആയിട്ട് ഈ വില്ലൻ കുറെ സീക്രട്ടുകളൊക്കെ ജെയിംസ് ബോണ്ടിന് പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് ആ സീക്രട്ടൊക്കെ വെച്ചിട്ടാണ് പിന്നീട് അവരുടെ പണികളൊക്കെ നടത്തുന്നത്. ഓക്കെ, ഈ ജെയിംസ് ബോണ്ട് സീക്രട്ട് ചോർത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞ വില്ലനുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട്, അതായത് വില്ലനുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വില്ലന്റെ ആളാണെന്ന് തോന്നിപ്പിച്ച്, അത് ഒട്ടുമിക്ക സീക്രട്ട് ഏജൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുക. അങ്ങനെ വില്ലനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിച്ച് അങ്ങനെ ഇൻഫോർമേഷൻസ് ഒക്കെ ചൂഴ്ന്നെടുത്ത് പിന്നീട് അതെടുത്ത് വില്ലനെതിരെ തന്നെ പ്രവർത്തിക്കും. അപ്പോ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ എന്റെ ചാനലിൽ കയറി ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.